എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകർ ഏറെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് അഭിമുഖത്തിനായി നമ്മളോടൊപ്പം ഉള്ളത്. തീർച്ചയായും പ്രതീക്ഷിച്ചിട്ടുണ്ടാകുമോ എന്ന് അറിയില്ല. വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്രീ സന്തോഷ് പണ്ഡിറ്റിനെ. നമസ്കാരം. പണ്ഡിറ്റ്, ആദ്യം തന്നെ അഭിമുഖത്തിനായി ഇരിക്കുമ്പോൾ തന്നെ പറയുകയുണ്ടായി, ആക്രമിക്കുന്ന ചോദ്യങ്ങൾ അരുത് എന്ന് വളരെ സ്നേഹപൂർവ്വം പറയുകയുണ്ടായി. പലരും അഭിമുഖം നടത്തുമ്പോൾ കളിയാക്കലുകൾ അതിരുകടക്കുന്നു എന്നാണ് പണ്ഡിറ്റ് പറയുന്നത്. പണ്ഡിറ്റ്, എന്തുകൊണ്ട് താങ്കളെ ഇങ്ങനെ നിരന്തരം കളിയാക്കുന്നു? അത് കളിയാക്കുന്ന ആളുകളോടാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. പ്രധാനമായിട്ടും അസൂയ എന്ന രീതിയിലെടുക്കാം. കാരണം അവർക്ക് അത്രയുള്ള ഫേമസ് കിട്ടുന്നില്ല ഒന്നെടുക്കാം. പിന്നെ ഇപ്പോൾ ഇൻ്റർവ്യൂ നടത്തുന്ന ആളുകളും ശ്രദ്ധത്തോളം കുറച്ചുകൂടെയൊക്കെ കഴിവുണ്ടായിരുന്നെങ്കിൽ അവരെ പല സിനിമാക്കാരനും പല അഭിനേതാവായിട്ടോ സംവിധായകനായിട്ടോ വിളിക്കുമായിരുന്നല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത ഒരാൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു 5 മിനിറ്റിൻ്റെ ഇതുപോലും ചെയ്യാനുള്ള കഴിവില്ല. പിന്നെ കുറച്ചൊക്കെ മറ്റുള്ളവർ അവരെ സ്വാധീനിക്കുന്നുണ്ടാവാം, അയാളൊന്ന് കളിയാക്കി വിടണം എന്ന രീതിയിൽ. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിലിപ്പോൾ ഇത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പോൾ നിങ്ങളെ ഒരാൾ വെടിവെച്ച് കൊല്ലുകയാണെങ്കിൽ വെടിവെക്കപ്പെട്ട നിങ്ങളോടല്ല ചോദിക്കേണ്ടത്, വെടിവെച്ചവനോടാണ് ചോദിക്കേണ്ടത് എന്തുകൊണ്ട് വെടിവെച്ചു എന്ന്. അപ്പോൾ നിങ്ങളുടെ ചോദ്യം യഥാർത്ഥത്തിൽ എന്നെ വിമർശിച്ച ആളുകൾ എന്തെങ്കിലും നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കാം, ഈ സന്തോഷ് പണ്ഡിറ്റ് ചെയ്ത മഹാഭാവം എന്താ, നിങ്ങളെന്തിനാ അയാളെങ്ങനെ വിമർശിച്ചെന്ന് ചോദിച്ചാൽ ജനങ്ങൾക്ക് അതിൻ്റെ യഥാർത്ഥ ഉത്തരം കിട്ടുവാൻ. അത് എനിക്ക് എങ്ങനെയല്ലേ പറയാൻ പറ്റൂ? എനിക്ക് എൻ്റെ ആംഗിളിലൂടെ പറയാൻ പറ്റും. അവർക്ക് അവരുടെ ആംഗിൾ മനസ്സിലാവുള്ളൂ. എന്നെ തോന്നിയാലും ഞാൻ ആരും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. എൻ്റെ വീട് വിറ്റ് 5 ലക്ഷം രൂപയ്ക്ക് ഞാൻ സിനിമ എടുത്ത് ആ സിനിമ സൂപ്പർ ഹിറ്റ്. അതിലിങ്ങനെ ചൊറിഞ്ഞു നടക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഒരു കൂട്ടർ പണ്ഡിറ്റിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അതിപ്പോൾ കുത്തകയായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പുതിയ ആളുകൾ വരും. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ചിലരുടെ സ്വാധീനം മൂലമാവാം ഇങ്ങനെ എനിക്കെതിരെയുള്ള ആക്രമണം എന്ന്. ആരായിരിക്കും അത്? അറിയില്ല, അത് നിങ്ങളാണ് കണ്ടെത്തേണ്ടത്. കാരണം വെച്ചാൽ അതാണ് ഞാൻ പറയുന്നത്, ഈ പറയുന്ന ആളുകളോട് എനിക്ക് പേഴ്സണൽ വൈരാഗ്യങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പിന്നെ ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് ഇവരിത് ചെയ്യുന്നത്? മാത്രമല്ല, ഇപ്പോൾ ഒരാളെ വിളിച്ചു വരുത്തി നിങ്ങൾക്ക് ഭ്രാന്താണോ വട്ടാണോ ഇങ്ങനെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും ബഹുമാനിക്കപ്പെടേണ്ട ആളല്ല, ഇത്രയൊന്നും സ്നേഹിക്കപ്പെടേണ്ട ഒരാളല്ല ഞാനെങ്കിൽ പിന്നെ നിങ്ങളെന്തിനാണ് നിങ്ങളെ ചാനലിലേക്ക് വിളിക്കുന്നത്? നിങ്ങളെന്ന് ഉദ്ദേശിക്കുന്ന ഒരു ചാനലുകാരൻ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ പോയാൽ അവർക്ക് പരസ്യം കിട്ടും, അല്ലെങ്കിൽ അവർക്കത് ഏതെങ്കിലും രീതിയിൽ ബിസിനസ് ആക്കാം എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ മലയാള സിനിമയുടെ പ്രതിസന്ധി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കേസിൽ വന്നു, ഒരു പ്രമുഖ ചാനൽ എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചു, ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും പ്രതിസന്ധി ഇല്ലാത്തൊരു മോൻ ഞാൻ മാത്രമാണ്. കാരണം എന്നെ വെച്ചോളം എനിക്ക് 5 ലക്ഷത്തിന് ഞാൻ സിനിമ എടുക്കുന്നു, ഞാനതിൽ ഏതെങ്കിലും തിയേറ്റർ 2 ആഴ്ച കൂടി എനിക്ക് മുകളിലോട്ട് തിരിച്ചിട്ടുണ്ട്, എനിക്കെന്ത് പ്രതിസന്ധി? നിങ്ങൾ പ്രതിസന്ധി ഉള്ളവനെ വിളിക്കും എന്നാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. അപ്പോൾ എന്നോട് പറഞ്ഞത്, സന്തോഷ് സാറില്ലെങ്കിൽ ഞങ്ങൾ ഈ പരിപാടി ചെയ്യില്ല. നിങ്ങൾ ചിന്തിക്കേണ്ടത് മലയാള സിനിമയുടെ പ്രതിസന്ധിക്കൊന്നും എന്നെ ഒന്നും വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. കൂടുതൽ സിനിമ ചെയ്ത് നഷ്ടം സംഭവിച്ച ആളുകളൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞാൽ സന്തോഷ് സാറില്ലെങ്കിൽ സ്പോൺസർ വരില്ല. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ ചെല്ലുമ്പോഴാണ് സന്തോഷ് പണ്ഡിറ്റ് കോട്ടിടുന്നത്. ഞാൻ കോട്ടിടുന്നതാണോ മലയാള സിനിമയുടെ പ്രതിസന്ധിക്കുകയാണ്? ഞാൻ കോട്ടിടുന്നതാണോ മലയാള സിനിമയുടെ പ്രതിസന്ധിക്കുകയാണ്? നിങ്ങളുടെ വിഷയം എന്താണ്? മലയാള സിനിമയുടെ പ്രതിസന്ധി തന്നെ നിങ്ങൾ ആ പ്രതിസന്ധിയിലേക്കാണ് വരേണ്ടത്. അതിൽ സന്തോഷ് പണ്ഡിറ്റ് വന്നതിന് ശേഷം, അതായത് എനിക്ക് തോന്നുന്നു ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ മാധ്യമങ്ങളും ഒക്കെ പറയുന്നതാണ്, ഞാൻ ഇട്ട പേരല്ല, മാധ്യമങ്ങൾ ഇട്ട പേരാണ്, തെറ്റിയിരിക്കരുത്. അദ്ദേഹം മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്നത് ന്യൂ ജനറേഷൻ, എൻ്റെ പേരിനെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, പുതിയ തലമുറ ഉള്ള ആളുകളുടെ സിനിമകൾ. ദാറ്റ് ഈസ് പുതിയ സംവിധായകർ പുതിയ ആളുകളെ വെച്ച് ചെയ്യുന്ന സിനിമയെ ന്യൂ ജനറേഷൻ സിനിമ എന്നും, പഴയ നടന്മാർ പഴയ സംവിധായകരെ വെച്ച് ചെയ്യുന്നതിനെ ഓൾഡ് ജനറേഷൻ സിനിമ എന്ന് പറഞ്ഞാൽ മലയാള സിനിമ സ്പ്ലിറ്റായി. ശരിക്കും പറഞ്ഞാൽ കൃഷ്ണൻ രാധ ഇറങ്ങിയ അന്ന് മുതൽ മലയാള സിനിമ സ്പ്ലിറ്റ്. താങ്കളുടെ സിനിമ ഏത് വിഭാഗത്തിലാണ്? എൻ്റെ തീർച്ചയായിട്ടും ന്യൂ ജനറേഷൻ സിനിമ എന്ന രീതിയിൽ വരും. കാരണം പുതിയ താരങ്ങൾ. എന്താണ് ഈ ന്യൂ ജനറേഷൻ സിനിമയിലൂടെ എന്താണ് സന്തോഷ് പണ്ഡിറ്റ് മലയാളികളായ പ്രേക്ഷകർക്ക് നൽകുന്നത്? അല്ല, ഞാൻ ആദ്യം നിങ്ങളോട് പറയണ്ടേ, ന്യൂ ജനറേഷൻ സിനിമ എന്നുള്ള പേര് ഞാൻ തുറക്കട്ടതല്ല. ഏറെക്കുറെ കൃഷ്ണൻ പണ്ഡിറ്റിന്റെ സിനിമയിലൂടെ സിനിമയിലൂടെ ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നുമില്ല. പ്രധാനമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കൃഷ്ണൻ രാധയിൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ മെസ്സേജെങ്കിലും ഉണ്ടാവണമെന്ന് ഞാൻ വിചാരിച്ചു. കൃഷ്ണൻ രാധയും 2 മതസ്ഥർ കല്യാണം കഴിക്കുന്നു, സിനിമ കണ്ടവർക്ക് അറിയാൻ പറ്റും. കല്യാണം കഴിക്കുന്നു, ഒരാൾ അവർ ഒരു മതത്തിൽ നിൽക്കാതെ അവരുടെ മതത്തിൽ തന്നെ വിശ്വസിച്ച് ജീവിക്കും. ഒരാൾ പെട്ടെന്ന് മരിക്കുമ്പോൾ ആ ഡെഡ് ബോഡി എങ്ങനെ ദഹിപ്പിക്കുന്ന അറിയാതെ അവരുടെ കഷ്ടപ്പാടുമാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഞാൻ അതിലൂടെ പറയുന്നത്, പണക്കാരാണ് ഇങ്ങനത്തെ ഇങ്ങനെ 2 മതക്കാരൊക്കെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അവർക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഒരു പണം കൊണ്ടത് അഡ്ജസ്റ്റ് ചെയ്യും. ഈ പാവപ്പെട്ടവർ ഇതേപോലെ സമൂഹത്തെ ഒരു രീതിയിലുള്ള വെല്ലുവിളിക്കാനാണിത്. സമൂഹത്തെ വെല്ലുവിളിച്ച് ജീവിക്കുമ്പോൾ കയ്യിൽ പൈസ വേണം, അല്ലെങ്കിൽ സമൂഹത്തെ വെല്ലുവിളിക്കാൻ നടക്കരുത്, നിങ്ങൾക്കതാവൂല എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് 2 മതസ്ഥരായുള്ള ആളുകൾ കല്യാണം കഴിക്കുമ്പോൾ പണക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തെ തുടരാം, പാവപ്പെട്ടവനാണെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൽ നിന്നില്ലെങ്കിൽ പണി പാളും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ആശയം ജനങ്ങളിൽ എത്തിക്കണം എന്നുള്ളതാണോ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു സിനിമ പിടിക്കണം എന്നുള്ളതാണോ താങ്കൾ ചിന്തിച്ചത്? പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരാശയം എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കുക. ഞാൻ ആലോചിക്കുന്നത് ഒരു 3 മണിക്കൂർ ഒരാൾ തിയേറ്ററിൽ സ്പെൻഡ് ചെയ്യുന്നു, 70 രൂപ എവറേജ് പൈസ ചിലവാക്കുന്നു.
ഇത്രയും ചെറിയ അയാൾക്ക് ഒന്നും എന്ന് കിട്ടുന്നില്ലെങ്കിൽ വേസ്റ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട്, നമ്മൾ വലിയ മെസ്സേജ് ഒന്നും ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോൾ വലിയൊരു മെസ്സേജ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചെറുതെങ്കിലും ചെറുത്. പിന്നെ നമ്മളിപ്പോൾ പലപ്പോഴും ആളുകളും ഇഷ്ടത്തോളം ഒരു പൈസയ്ക്ക് ചിലവാക്കി ഒരു മെസ്സേജ് കേൾക്കാനുള്ള മാനസികാവസ്ഥ ജനങ്ങൾക്ക് ഉണ്ടാവില്ല. ഇനി ജനങ്ങളുടെ ആംഗിളിലൂടെ എടുക്കാം. അപ്പോൾ ഒരാൾ നമ്മളെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരാൾ നമ്മളെ ഉപദേശിക്കും, ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഉപനാണ് ഇപ്പോൾ നമ്മളെ ഉപദേശിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതേപോലെ ഏതെങ്കിലും രീതിയിലൊരു ഉപദേശം ഒരാൾക്ക് കൊടുക്കുമ്പോൾ ജനങ്ങളത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് ജനറലായിട്ടുള്ളൊരു സൈക്കോളജി. അപ്പോൾ അതിൽ ഞാൻ വിചാരിക്കും ചിലപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ കുറച്ച് കയ്പുള്ള മരുന്നാണെങ്കിൽ അത് കഴിഞ്ഞ് ഒരു ശർക്കര പഞ്ചസാരയൊക്കെ കൊടുക്കും. അതേപോലെ ഞാൻ ഉദ്ദേശിക്കുന്ന ആശയങ്ങളെ 8 പാട്ട്, 8 അടി, 8 നായികമാരെന്നൊക്കെ പറഞ്ഞിട്ട് ആ 8 നൃത്തരംഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ രീതിയിൽ മാറ്റിയിട്ട് ജനങ്ങൾക്ക് നൽകാമെന്നുള്ളൂ. യഥാർത്ഥത്തിൽ കൃഷ്ണൻ്റെ ആദ്യം നടന്ന സംഭവമാണ്. ഇപ്പം എൻ്റെ സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ് നടന്ന സംഭവമാണ്. എൻ്റെ അതിലെന്തിനാണ് പണ്ഡിറ്റ് അഭിനയിച്ചത്? ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ അഭിനേതാക്കൾക്കും ഗായകർക്കുമാണ് ഇവിടെ ഇമേജ്. ഞാൻ മനസ്സിലാക്കിയത് നമുക്കിപ്പോൾ മൊത്തം നമുക്കൊന്ന് പ്രശസ്തനാണ്. എനിക്ക് പ്രശസ്തനാണെന്ന് ആഗ്രഹമുള്ള വ്യക്തിയാണ്. ഒരു പ്രശസ്തനാവണമെങ്കിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 10 കഴിഞ്ഞിട്ട് ജോലി ചെയ്തു, ക്യാമറ ഒഴിക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൽ അഭിനയവും ആലാപനവും ഞാൻ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ വ്യക്തി ആരും അറിയുമായിരുന്നില്ല. താങ്കൾ ആരെങ്കിലും അറിയാൻ വേണ്ടിയിട്ടാണോ അപ്പോൾ അഭിനയിച്ചത്? തീർച്ചയായും 100% നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയില്ല. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളൊരു സിനിമയിൽ ഒരു നടൻ ഡയലോഗ് പറയുകയാണെങ്കിൽ നിങ്ങൾ കൈയടിക്കും. എന്നിട്ട് നിങ്ങൾ പറയാൻ നടൻ ഭയങ്കര സംഭവമാണ്, അല്ലെങ്കിൽ നടി സംഭവം എന്ന് പറയും. നിങ്ങൾ ഒരിക്കലും ഓർക്കുന്നില്ല അതിൻ്റെ പിന്നിൽ ഒരു തിരക്കഥാകൃത്ത് കഷ്ടപ്പെട്ട് എഴുതിയ ഡയലോഗാണ് നിങ്ങൾ ഓർക്കുന്നില്ല. അതിൽ വേറെ ഒരു സംവിധായകൻ കഷ്ടപ്പെട്ട് അയാൾ ഉദ്ദേശിക്കുന്ന ഫ്രെയിം വെച്ചിട്ടാണ് കിട്ടിയത് നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ല. അതിൻ്റെ പിന്നിൽ ഭാര്യയുടെ കെട്ടുതാലി വിറ്റിട്ടും സ്വന്തം വീട് വിറ്റിട്ടൊക്കെ ഒരു നിർമ്മാതാവ് അതിൻ്റെ പിന്നിലുണ്ടെന്നും അയാൾക്കൊന്നും നിങ്ങളെ കൈയടി പോകുന്നില്ല. ഒരു പാട്ട് ഹിറ്റായ ഒരു ഗായകൻ്റെ പേര് അല്ലെങ്കിൽ ഗായികയുടെ പേരിൽ മാത്രമാണ് ഒരു പാട്ട് അറിയപ്പെടുന്നത്. ആ പാട്ട് കഷ്ടപ്പെട്ട് എഴുതിയ രചയിതാവിനെ നിങ്ങൾക്ക് എത്ര പേരെ അറിയാം? എത്ര ഒരു മ്യൂസിക് ഡയറക്ടർമാരെ നിങ്ങൾക്ക് പുറത്തുനിന്ന് പരിചയമുണ്ട്? അതേസമയം ഏത് ഗായകനെയും നിങ്ങൾക്ക് പുറത്തുനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടും. ഞാൻ പറഞ്ഞു ശരിയല്ലേ? നിങ്ങൾ അവരെ കൂടെ നിങ്ങൾ ഫോട്ടോ എടുക്കും, നിങ്ങളുടെ നടീൻ്റെ കൂടെ നിങ്ങൾ ഫോട്ടോ എടുക്കും. നിങ്ങൾക്ക് എത്ര പേര് 100 സിനിമ സംവിധാനം ചെയ്തൊരു സംവിധായകൻ നിങ്ങൾക്ക് പുറത്തുനിന്നുണ്ടെങ്കിൽ മനസ്സിലാവും. നിങ്ങളുടെ ഉള്ളിൽ ഒരു അഭിനയശേഷി ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടാണോ ഈ സിനിമയിൽ അഭിനയിക്കാനായി ഇറങ്ങിയത്? അങ്ങനെ ഒരു ശേഷിയും നമുക്കുണ്ടെന്ന് തോന്നാത്തൊരു വ്യക്തി ആ പണിക്ക് ഇറങ്ങൂലല്ലോ. എന്നെ സംബന്ധിച്ചോളം ഞാൻ കോളേജിലെല്ലാം പഠിക്കുന്ന സമയത്ത് സ്റ്റേജ് ഡ്രാമാസിൽ അത്യാവശ്യം അഭിനയിച്ചിരുന്നു. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു സൈഡിൽ ചിന്തിച്ചപ്പോൾ തോന്നി, ഇപ്പോൾ എൻ്റെ ഡയലോഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, 3-4 പേജൊക്കെ ഉള്ള ഡയലോഗാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ വേറെ ആണെങ്കിൽ കൂടുതൽ ടേക്ക് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് പുതുമുഖത്തിനെ ഞാൻ വെക്കുകയാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ പിന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ പിന്നെ എൻ്റെ ഈ 5 ലക്ഷത്തിൽ ഈ പ്രൊഫഷണൽ ആളുകളെ ഒതുക്കാൻ കുറച്ച് കഷ്ടപ്പാടുമാണ്, ഒതുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കിയപ്പോൾ എനിക്ക് തോന്നി സിനിമയുടെ 50% നായകൻ്റെ സൈഡാണ് വരുന്നത്. അപ്പോൾ അവിടെ റീടേക്ക് പോലും ആവശ്യം വരുന്നില്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ എഴുതിയ ഡയലോഗ് ഇതൊക്കെ ആകുമ്പോൾ എനിക്ക് ഒറ്റയടിക്ക് പോകാം, മറ്റേ സൈഡ് മതി എന്ന് തോന്നി. ഇതാണോ അഭിനയം എന്നാണ് ഒരുവിധം ആളുകളൊക്കെ പറയുന്നത്. കാട്ടിക്കൂട്ടലുകളായിരുന്നു സിനിമയിൽ എന്നുള്ളത് പറഞ്ഞപ്പോൾ പണ്ഡിറ്റ് എങ്ങനെ പ്രതികരിക്കും? എനിക്കറിയില്ല. എങ്കിലും എനിക്ക് എന്താണ് യഥാർത്ഥ അഭിനയം എന്നുള്ളത് നിങ്ങൾ കാണിച്ചാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കും. എന്താണ് അഭിനയം എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കും. അഭിനയം എന്ന് പറഞ്ഞാൽ 3 തരത്തിലാണ് വരുന്നത്. ഒന്ന് ഡ്രാമാറ്റിക് മെത്തേഡ്, ഒന്ന് എന്താ പറയുക വേ ഓഫ് റിയാക്ഷൻ മെത്തേഡിൽ, പിന്നെ മറ്റൊന്ന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ മലയാള ശൈലിയിൽ വരുന്ന ഒരു 3 രീതിയിൽ നമുക്ക് എടുക്കാം. ഡ്രാമാറ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ സിനിമകളിലെല്ലാം കാണുന്നത് കുറച്ച് ഓവർ എക്സ്പ്രഷനൊക്കെ നമുക്ക് ആവശ്യം വരും. കാരണം ഒരു ടൈറ്റ് ഷോട്ടൊന്നും വെക്കാൻ പറ്റില്ലല്ലോ, സ്റ്റേജിൽ കളിക്കുന്ന ഇത് വരും. നമ്മളെ ഇവിടെ ഉപയോഗിക്കുന്ന അതിനൊരു പേരുണ്ട്. ഓക്കെ, വേ ഓഫ് റിയാക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതിലാണ് ഈ തമിഴ് സിനിമ, ഹിന്ദി സിനിമയൊക്കെ വരുന്നത്. വേ ഓഫ് റിയാക്ഷൻ മെത്തേഡിലാണ് വരുന്നത്. ഈ വേ ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊരു IAS ഓഫീസറാണ് വിചാരിക്കുക. ഈ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു IAS ഓഫീസറാണെങ്കിൽ മലയാള സിനിമയാണ് ചെയ്യുന്നതെങ്കിൽ അയാൾ എല്ലായ്പ്പോഴും അയാളുടെ ആ ഗൗരവം ഫുൾ ടൈം നിലനിർത്തും. ഒരു IAS ഓഫീസറെ IPS ഓഫീസറെ കഥയിലൊന്നും പാട്ടൊന്നും ഉണ്ടാവില്ല നമ്മളെ സിനിമയിൽ. മനസ്സിലായില്ലേ? നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അയാളിപ്പോൾ അമ്മ മരിച്ചൊരു സീനാണെങ്കിൽ അയാൾ വളരെ 1-2 ഷോട്ടിലൂടെ അയാളുടെ ജസ്റ്റ് ചെറിയ എക്സ്പ്രഷനേ ഉണ്ടാവും. ഇതാണ് നമ്മുടെ ശൈലി. പക്ഷേ വേ ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നിങ്ങളിപ്പോൾ അതേ സിനിമ നിങ്ങൾ റീമേക്ക് ചെയ്യുന്നത് കാണണം, അപ്പോഴേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഡിഫറൻസ് മനസ്സിലാണ്. അവിടെ IPS ഓഫീസറെ കഥയാണെങ്കിലും പ്രേമിക്കാൻ തുടങ്ങി അവൻ നന്നായി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ടൊക്കെ ഡാൻസ് നന്നായിട്ടുണ്ടാവും, പാട്ടുണ്ടാവും. ഈ IPS ഓഫീസർ നന്നായിട്ട് ഡാൻസും പാട്ടൊക്കെ ചെയ്യുന്ന ആളായിരിക്കും. അയാളുടെ അമ്മ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ അമ്മയെന്നൊക്കെ പറഞ്ഞ് വല്ലാതെ കറിയും. അത് റിയാക്ഷനാണ്. ആ സമയത്ത്
അയാളെ മുന്നിൽ എന്താണോ സംഭവിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് അയാൾ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ചുകൂടി വേ ഓഫ് റിയാക്ഷൻ മെത്തേഡിലേക്കാണ് പോകുന്നത്. 2 കാരണമാണ് അതിലുള്ളത്. ഇപ്പോൾ ഇവിടെ നിലവിലുള്ള ശൈലി തെറ്റാന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ ഞാൻ ഈ വേ ഓഫ് റിയാക്ഷൻ മെത്തേഡ് എന്തുകൊണ്ട് എടുക്കുന്നു വെച്ചാൽ, എൻ്റെ സിനിമയിൽ 8 പാട്ടും 8 സംഘടനയൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ കൃഷ്ണൻ രാധയിലെ നായകൻ ജോൺ എന്ന് പറഞ്ഞ ആളാണെങ്കിൽ പൊതുവിൽ വളരെ ഫിലോസഫി നന്നായി പറയുന്നത്, അയാളൊരു MSc ഫിലോസഫി കഴിഞ്ഞ് വെറും യുക്തിവാദി ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു യുക്തിവാദീൻ്റെ ഒരു കഥയിൽ എനിക്കൊരിക്കലും 8 പാട്ട് വെക്കാൻ പറ്റില്ല. അത് മലയാള സിനിമയുടെ ശൈലിക്ക് ഓപ്പോസായിട്ട് വരും. അതിൽ നൃത്തം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണ് സന്തോഷ് പണ്ഡിറ്റ് അതിൽ ചെയ്യുന്നത്? ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ എനിക്ക് അവിടെ 8 സോങ് വേണമെന്നുണ്ടെങ്കിൽ വേ ഓഫ് റിയാക്ഷൻ മെത്തേഡിലേക്ക് കൊണ്ടുപോകണം. 1. രണ്ടാമത്തത്, നിങ്ങൾ ഈ പറയുന്ന പോലെ മറ്റുള്ള ഏതെങ്കിലും ഒരു നടൻ്റെ രീതിയിൽ നമ്മൾ ടിപ്പിക്കൽ കേരള സ്റ്റൈലാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ഞാനും മറ്റുള്ളവർ ഒരേപോലെ വരും. ഇത് ഞാൻ ആ ശൈലി ഒരു മാറ്റം വരുത്തിയപ്പോൾ ഇത് സംഭവിച്ചു ഞാൻ ഓക്കെ, അത് ചിലർക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്, ചിലർക്ക് ലേശം ഇത് വരും, എന്തും ആയിക്കോട്ടെ. ഇതിൻ്റെ 2ാമത്തെ സിനിമയും 3ാമത്തെ സിനിമ കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടും. പിന്നെ ആ സന്തോഷ് പണ്ഡിറ്റിൻ്റെ മാനേഴ്സായിട്ട് അത് മാറും. അയാളൊരു സ്റ്റൈൽ എന്ന് വരും. അതല്ലാതെയാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ഞാൻ മറ്റുള്ളവരെ പോലത്തെ ഒരാളായി മാറും. പക്ഷെ താങ്കളുടെ സ്റ്റൈൽ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ സ്റ്റൈലിൻ്റെ രീതിയിൽ ആരെങ്കിലും വരുമെന്ന് പറയുമ്പോൾ തന്നെ ആരെങ്കിലും വരുമെന്നല്ല, ആ സ്റ്റൈല് എനിക്ക് എൻ്റേത് മാത്രമേ മാറും. ദാറ്റ് ഈസ് മലയാള സിനിമയിലെ മറ്റുള്ളവരെ പോലെയല്ല. സന്തോഷ് പണ്ഡിറ്റ് ഇങ്ങനെയാണ്. അത് ആദ്യ സിനിമയിൽ വരുന്ന ആൾക്കായിരിക്കും. അത് ഇഷ്ടപ്പെട്ടിട്ടാണോ തിയേറ്ററിൽ വരുമ്പോൾ എന്തുകൊണ്ട് ജനങ്ങൾ കൂക്കി വിളിക്കുന്നു? എനിക്കറിയില്ല, അത് കൂടുതൽ ആളോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ വാദിക്കുന്നത്? ഇവരുടെ സിനിമ എന്തുകൊണ്ട് വൻ പരാജയങ്ങളാവുന്നു? 95% സിനിമ നിങ്ങൾ ആരൊക്കെ വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്? അവരുടെ സിനിമ കൂകി വിളിക്കാൻ പോലും ആളില്ല. എൻ്റെ സിനിമ കൂകി വിളിക്കാനെങ്കിലും ആളുണ്ട്. ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ പണ്ഡിറ്റിനെ? ജനങ്ങളോടാണ് ചോദിക്കേണ്ടത്. സന്തോഷത്തിനുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എങ്ങനെയാണ്? എനിക്ക് വളരെ നല്ല അനുഭവം. ഈ ചീമുട്ടയും തക്കാളിയും ഒക്കെ സന്തോഷം അറിഞ്ഞാൽ പേരൊക്കെ ചിലപ്പോൾ എന്നെ വിമർശിക്കുന്ന ആളുകൾക്ക് ചെയ്യാം. ഇപ്പം ഞാൻ പറയട്ടെ, എനിക്കിപ്പോൾ നിങ്ങളുടെ ദേഷ്യം ഉണ്ടെങ്കിൽ ഇവിടുത്തെ കൊട്ടേഷൻ സംഘങ്ങളുണ്ട്, അവരെ വെച്ചും ചെയ്യാം. ഓക്കെ, ഇത് അധികപക്ഷം വേറെ എന്നെ വിമർശിച്ച ആരെങ്കിലും ആവാനാണ് സാധ്യത. ഞാൻ ഈ ലോ കൂടെ കഴിഞ്ഞ വ്യക്തി ആയതുകൊണ്ട് ഞങ്ങളോട് പറയാം. ഈ സംഭവം ഒരു ചാനലിൽ, ഒരു മേജർ ചാനലിൽ കാണിക്കേണ്ടതായി. ഓക്കെ, കൃഷ്ണൻ ആദ്യം ജസ്റ്റ് ഇറങ്ങിയ ഒരു സമയം, ഞാൻ ബുദ്ധിയുടെ തലത്തിൽ, ഞാനിപ്പോൾ ബുദ്ധിയുടെ തലത്തിൽ സംസാരിക്കുകയാണ്. ഞാനൊരു സ്ഥലത്ത് ഉദ്ഘാടനത്തിന് പോകുന്നു. ഈ നടീനടന്മാരൊക്കെ പല സ്ഥലത്ത് ഉദ്ഘാടനത്തിന് പോകാറുണ്ട്. അവിടെയൊക്കെ ചാനലുകാർ പോകാറുണ്ടോ? ഒന്ന് പോട്ടെ, ഒരു ചാനലുകാരന് തോന്നി ഏതായാലും സന്തോഷ് പണ്ഡിറ്റിനെ ഒന്ന് എടുത്ത് അയാൾക്കിനോട് ഭയങ്കര സ്നേഹമാണ്, അവിടെ വന്നു. ശരി, ഞാൻ ഉദ്ഘാടനം കഴിഞ്ഞു, തിരിച്ചു വരികയാണ്. സാധാരണ ഇതിൽ ചാനലുകാരൻ അത് വെട്ടിപ്പുറിക്കാൻ പോയാൽ മതി, പിന്നെ ഞാൻ പോകുന്നൊന്നും അയാൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല. എനിവേ അയാൾ അവിടെ തന്നെ നിന്നു. ശരി, ആ സൈഡിൽ നിന്നൊരു മുട്ടേറ് വരുന്നു. എൻ്റെ ബാക്കിൽ ഒരാളുണ്ട്, അയാളെ മേലെയാണ് കൊള്ളുന്നത്. ഓക്കെ, ഇത് ഇയാൾ ഭംഗിയായി പകർത്തി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ ജസ്റ്റ് പറത്തലാണ് ഇയാൾ ഉദ്ദേശമെങ്കിൽ നിങ്ങളെ 360 ഡിഗ്രിയിൽ എവിടെയും ക്യാമറ വയ്ക്കാം. ഞാനൊരു വക്കീൽ സ്റ്റൈലാണ് ഞങ്ങളോട് ചോദിക്കുന്നത്. ഇയാൾ എന്തുകൊണ്ട് ഇവിടെ ക്യാമറ വയ്ക്കുന്നു? ഇതെന്താ? അപ്പോൾ ഇവരും തമ്മിലൊരു ധാരണ ഉണ്ടെങ്കിൽ ഇയാൾ കൂടെ വെക്കാം. കാരണം ഇവൻ ഈ ഡോർ തുറക്കുന്ന സമയത്താണ് ഇവൻ വെക്കുന്നത്. ആർക്കാണ് ഇത്ര ദേഷ്യം പണ്ഡിറ്റിനോട്? നിങ്ങൾ ഞാനിത് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കും. അയാളിത് വരുന്നു, അപ്പോൾ ഇയാൾക്കൊരു സ്കൂപ്പ് എന്നൊരു സാധനമുണ്ട് ഈ ജേർണലിസത്തിൽ. അതായത് എന്തെങ്കിലും ഒരു പുതുതായ കാര്യം ജനങ്ങൾക്ക് കൊടുക്കാമെന്നുള്ളത്. അങ്ങനെ ആവാനുള്ള സാധ്യതയാണുള്ളത്. മാത്രമല്ല, ഇത് ഇംഗ്ലണ്ടിൽ എങ്ങനെയാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഇത് ശരിക്കും അയാൾക്കെതിരെ കേസിലേക്ക് വരും. എന്തുകൊണ്ടാണെന്നറിയാം? ഇംഗ്ലണ്ടിലൊരു നിയമമുണ്ട്. ഇപ്പോൾ ഒരാൾ മുങ്ങിച്ചാവുകയാണെങ്കിൽ നമ്മളത് മൊബൈലിലെടുത്ത് ഇങ്ങനെ ജനങ്ങളെ കാണിക്കുന്നതിലല്ല, അവനെ രക്ഷിക്കാൻ നോക്കുക എന്നൊരു സംഭവമുണ്ട്. ഇംഗ്ലണ്ട്, ഇവിടെ ഇന്ത്യയിൽ അങ്ങനത്തെ നിയമം. ഒരു സ്ഥലത്തൊക്കെ മുട്ടേറിൽ നിന്ന് രക്ഷിക്കും, എല്ലാ സ്ഥലത്തും പോയി രക്ഷിക്കാൻ കഴിയുമോ? അതല്ല, അറ്റ്ലീസ്റ്റ് ആ എറിഞ്ഞവനെ ഇയാൾക്ക് ഫോക്കസ് ചെയ്യരുത്. ഞാൻ മൂവ് ചെയ്തിരുന്നു എങ്കിൽ പിന്നെ വേറെ ഒരു സ്ഥലത്തും അങ്ങനെ ഉണ്ടായില്ല. നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ നിങ്ങൾ പറയുന്നവരാണെങ്കിൽ ഇപ്പോൾ മഹാത്മാഗാന്ധി വെടിവെച്ചു വന്നു, ഇന്ദിരാഗാന്ധി വെടിവെച്ചു വന്നു, രാജീവ് ഗാന്ധിനെ കൊന്നു. ഈ ആരൊക്കെ കൊല്ലപ്പെട്ടോ അവരൊക്കെ അത്രയും മോശക്കാരായതുകൊണ്ട് അവരെ വെടിവെച്ചു കൊന്നു. അങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇന്ദിരാഗാന്ധിയുടെയും മഹാത്മാഗാന്ധിയുടെയും ഒക്കെ തലത്തിലാണ് പണ്ഡിറ്റ്. നിങ്ങൾ പറഞ്ഞു ഒരാളെ ആക്രമിക്കുകയാണെങ്കിൽ അയാൾ അത്രയും മോശക്കാരനായതുകൊണ്ട് ഒരാളെ ആക്രമിക്കുന്നു. അങ്ങനെയാണോ? ഇവിടെ ഇന്നേ വരെ കൊല്ലപ്പെട്ട എല്ലാ ആളുകളും അവർ അത്രയും മോശക്കാരായതുകൊണ്ട് ആളുകൾ കൊന്നു. അങ്ങനെയാണോ? നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ സിനിമകളിൽ എന്തൊക്കെയോ കുറവുകളുണ്ട് എന്ന് തോന്നിയിട്ടില്ല? അതുകൊണ്ടല്ലേ ഒരുപാട് ജനങ്ങൾ തങ്ങളുടെ യൂട്യൂബ് അസൂയ എന്നുള്ളത് മാത്രം. എല്ലാ ജനങ്ങൾക്കും തങ്ങളുടെ അസൂയാണോ? ആണ്, 100% എങ്കിൽ കാണിക്കട്ടെ. നാക്കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങൾക്ക് തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോൾ സംശയം നിങ്ങൾ ഭയങ്കര സംഭവം തോന്നുന്നു. ഞാൻ പറയട്ടെ, നിങ്ങൾ വട്ടപൂജ്യമാണ്. എങ്കിലൊരു 5 മിനിറ്റിൻ്റെ ഒരു ഡോക്യുമെൻ്ററി എടുക്കാനുള്ള വിവരം നിങ്ങൾക്കുണ്ടോ? ഹിറ്റാവണം. ഒരു ഡോക്യുമെൻ്ററി ചെയ്യുന്നതാണോ ഏറ്റവും വലിയ വിവരം? അതുപോലും ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങളോട് സിനിമ എടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ 100 ജന്മം ജനിച്ചാലും നിങ്ങളെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ്.
ഒരു 5 മിനിറ്റിൻ്റെ ആൽബം എടുക്കാനുള്ള വിവരമുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആരെയും കാണുമെന്ന്? ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ മാനസികാവസ്ഥയുള്ള ഒരാൾ ഏതാണ്ട് എൻ്റെ അടുത്ത് വന്നു, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. എൻ്റെ ഒരു കൂട്ടുകാരൻ കൂടിയാണ് കേട്ടോ, അവൻ കുറച്ചുകൂടി സീരിയസ്. അവൻ പറഞ്ഞു, നിൻ്റെ ക്യാമറ ഭയങ്കര നിൻ്റെ അത് ഇവനെ ഞാൻ ചെയ്ത മുഴുവൻ കുറ്റാണ്. അപ്പൊക്കെ ഞാൻ പറയാം, അതൊക്കെ ഏതൊക്കെ സിറ്റുവേഷൻ എടുക്കുന്ന നോക്കുക, അതൊന്നും ഇവനെ പറയണ്ട. ഞാൻ പറഞ്ഞു 500 രൂപയുടെ ഒരു ദോശ കഴിക്കുന്ന പോലെ ആ ഇതിൽ 5 രൂപയുടെ ദോശയെ നമ്മൾ വിലയിരുത്താൻ പറ്റില്ല. മറ്റുള്ളവരുമായിട്ട് എന്നെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ 5 ലക്ഷത്തിനല്ലേ ഇതൊക്കെ ചെയ്യുന്നത്, അതൊന്നും ഇവനെ മനസ്സിലായില്ല. ഇവനെന്ത് ചെയ്ത് സന്തോഷ് പണ്ഡിറ്റിനെ ഞാൻ തിരുത്തും, ഞാനൊരു ആൽബം എടുത്ത് തന്നെ തിരുത്തും എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ ആൽബം എടുത്ത് എല്ലാം നല്ല യൂണിറ്റൊക്കെ വെച്ചു. ഒക്കെ ഞാൻ ചെറിയ യൂണിറ്റൊക്കെ ഉണ്ടാവില്ല, ആവശ്യത്തിന് യൂണിറ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പം വലിയ ഒരു ആൽബത്തിന് വേണ്ടി ഇവൻ നല്ല അടിപൊളി യൂണിറ്റൊക്കെ വെച്ചു. പൈസ ഒന്നും അവന് പ്രശ്നമില്ല, എനിക്ക് കലാസ്നേഹിയാണ്. അവൻ്റെ തലേസിനെ വിളിക്കാൻ, സന്തോഷ് സാറേ നായിക വരാനിട്ട് വന്നില്ല, ഇങ്ങടുത്തേത് നിങ്ങൾ അഭിനയിച്ചു വരും കുട്ടിയുണ്ടോ ചോദിച്ചു. എന്താ പെണ്ണുങ്ങൾ ഇങ്ങനെ വെച്ചു. അപ്പോൾ ആദ്യത്തെ പണി ഇതൊക്കെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സേഫിൽ പറയാൻ നാക്കുകൊണ്ട് കൊണ്ടിട്ട് വരിക്കാൻ പറ്റും, പ്രാക്ടിക്കൽ ചെയ്തു നോക്കിയാൽ വിവരം അറിയും. അപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങൾ വല്ല പെൺകുട്ടിയുണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ നമ്പർ കൊടുത്തു, എങ്ങനെ കാര്യം നടന്നോട്ട് വെച്ചു. അപ്പോൾ എൻ്റെ നായകന്മാർ പറഞ്ഞു ഞങ്ങൾ സിനിമയിലൊക്കെ തുറക്കട്ടെ പറഞ്ഞു, ഞങ്ങൾ ഈ ആൽബത്തിലൊന്നും ഞങ്ങൾ വരില്ല എന്നേ. അവസാനം ഇപ്പം മാക്സിമം നോക്കി ഒരു പെണ്ണിനും കിട്ടിയില്ല. പക്ഷേ തലേ ദിവസം ഇവരൊക്കെ അക്കോമഡേറ്റ് ചെയ്തിരുന്നു. ഇവർ നഷ്ടപരിഹാരം വാങ്ങിയിട്ടാണ് പോയത്, കാരണം നായികയില്ല, നായകൻ മാത്രമേ. പിന്നെ ഇവൻ അതൊരു ചാലഞ്ചായി ഏറ്റെടുക്കുക, എവിടുന്നോ ഒരു പെണ്ണിനെ കൊണ്ടുവരികയും ആൽബം തീർത്തു. അങ്ങനെ ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ 8 സോങ് വളരെ കഷ്ടപ്പെട്ടിട്ട് അവർ ചെയ്യുന്നത്. കാരണം ഇവർക്ക് ഈ പെണ്ണിനെ ഇവർ പറഞ്ഞ 8 നിൻ്റെ സ്റ്റൈൽ 8 പെണ്ണിനെ വെച്ച് ചെയ്യുന്നു. ഒരു പെണ്ണിനെ ഇവർക്ക് കിട്ടുന്നത് ഈ പെണ്ണിനെ തന്നെ 8 പ്രാവശ്യം അവളെ കയ്യും കാലും പിടിച്ചിട്ടാണ് അത്ര ഓരോ ദിവസവും 8 പാട്ടും ഇവളെ കൊണ്ട് ചോദിച്ചു. എന്നിട്ട് ഇവരെന്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം എനിക്ക് പറഞ്ഞു തരണമല്ലോ എങ്ങനെയാണ് നല്ല ചെയ്യേണ്ടതെന്നുള്ളത്. ഒരു പാട്ടൊക്കെ 2-3 ദിവസമൊക്കെ എടുത്താൽ ചെയ്തു. ഇവർ എല്ലാം കഴിഞ്ഞു, ഇനി ഇത് പുറത്തിറക്കണമല്ലോ. അങ്ങനെ ഇവരെന്ത് ചെയ്തു, ഒരു വീഡിയോക്കാരനെടുത്ത് ചെയ്യുന്നു. അപ്പോൾ അയാൾ പറയാം സിനിമയെ ഞങ്ങൾക്ക് വേണ്ട, സിനിമേൻ്റെ വീഡിയോ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വേണ്ടെന്നേ. അപ്പോൾ ഇവൻ എന്നെ വിളിച്ചു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് കൂടിയാണ്. അവരുടെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നിങ്ങൾ പറഞ്ഞാൽ എടുക്കുമോ? ഞാൻ പറഞ്ഞേടാ സിനിമേൻ്റെ. അപ്പോൾ നിങ്ങളെയൊക്കെ സിനിമ എടുക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ജനങ്ങൾ കാണുന്നതുകൊണ്ടാണ്, ജനങ്ങൾ കാണുന്നതിൽ ഇതൊന്നും ആർക്കും വേണ്ട പറഞ്ഞു. അപ്പോൾ ഒക്കെ പോട്ടെ, നിങ്ങൾക്ക് എവിടുന്നോ യൂട്യൂബിൽ നിന്ന് കുറേ പൈസ കിട്ടിയെന്ന് കേട്ടല്ലോ, യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ട് പൈസ അങ്ങനെ ഉണ്ടാക്കാമെന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞേടാ അത് അതിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ കാണുന്ന പ്രേക്ഷകർക്ക് ഇതിനെപ്പറ്റി ചെറിയ സംശയങ്ങളുണ്ടാവും. ഇപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ടു, ഒരു മാസം 2 ലക്ഷം ആൾക്കാരെ കണ്ടാലേ ഒരു കമ്പനി ഏറ്റെടുക്കും. ഈ രീതിയിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് കമ്പനി ഏറ്റെടുത്ത സംഭവങ്ങളൊന്നും എൻ്റെ രാത്രി ശിവരാത്രി മറ്റുള്ള സോങ്സ് ഹിറ്റായപ്പോൾ കൃഷ്ണൻ അതിൽ 8 പാട്ട് ഏറ്റെടുത്തു. സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ് കണ്ണും പൂട്ടി കാശ് കിട്ടിയോ യൂട്യൂബിൽ നിന്ന്? സാർ അതിൽ കംപ്ലീറ്റ് ചെയ്യാം, ഇതിലേക്ക് വരാം. ഈ രണ്ടാമത്തെ സിനിമയിലെ ഇത് ഏറ്റെടുത്തു. പിന്നെ ഇതല്ലാത്ത ഒരേ ഒരു സാരി ഏറ്റെടുത്തുള്ളൂ, കൊലവറി സോങ്. മനസ്സിലായി, ഇത് ജനങ്ങൾ അറിഞ്ഞിരിക്കുന്നതല്ല. കൊലവറി സോങ് അത് 3 എന്ന് പറഞ്ഞ സിനിമയിലെ മറ്റുള്ള സോങ്ങൊന്നും ആരും ഏറ്റെടുത്തിട്ടില്ല, നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം. കൊലവറി എന്ന് പറഞ്ഞ സോങ് മാത്രമാണ്, അത് ഇൻ്റർനെറ്റിൽ തരംഗം. അപ്പം ഞാൻ പറഞ്ഞു നീ നിൻ്റെ ഇപ്പോൾ ചെയ്യാവുന്ന കാര്യം ഇതാണ്, നിൻ്റെ 8 പാട്ട് ഇൻ്റർനെറ്റിലിടുക. ഇയാൾ സ്വന്തം നില ഡൗൺലോഡ് ചെയ്തു, ഭംഗിയായിട്ട് ഇയാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെയ്ത പോലെ ഒന്നുമല്ല, ഇയാൾ ഒരു ആൽബം വളരെ ഭംഗിയായി ചെയ്തു. ഒരു മാസത്തിന് ശേഷമുള്ള റിസൾട്ടിൽ നിന്നാണ് 1000 പേരോളം കണ്ടു. 1000 പേരും കുറേ പൂരത്തെറി, എടാ പൂമോനെ എന്നൊക്കെ പറഞ്ഞാൽ എന്തിനാ തെറി വിളിച്ചത് ഇവനും അറിയില്ല, എഴുതാനും അറിയാനുണ്ടാവില്ല, വീട്ടിൽ നിന്ന് സേഫായിട്ട് എന്തോ എഴുതാലോ. അപ്പം ഇപ്പം പഠിച്ചിട്ട് പറയാം സന്തോഷ് സാറേ എനിക്കിപ്പം നിങ്ങൾ എൻ്റെ മുന്നിലുണ്ട്, ഞാൻ നിങ്ങളെ കാല് പിടിക്കും. എനിക്ക് മനസ്സിലായി, കാരണം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തൊരു സാധനം ഇവിടെ തലവലാദികൾ ഇങ്ങനെയാണ് എന്നോട് പ്രതികരിച്ചത്. ശരി, അതൊരു അനുഭവം പണ്ഡിറ്റിന്റെ ഒരു അനുഭവം പണ്ഡിറ്റിനുണ്ടായി. ഞാൻ പറയും ഇത് എൻ്റെ അനുഭവം അല്ല, നിങ്ങൾ ഇതേപോലെ ഈ കഷ്ടപ്പെടുത്ത് കലാസ്നേഹി എന്നൊക്കെ പറയുന്ന ആളുകൾ ചെയ്ത സാധനത്തിന്റെ റിസൾട്ട് പണ്ഡിറ്റ് യൂട്യൂബിലിട്ട ദൃശ്യങ്ങളിലേക്ക് തന്നെ വരാം. പണ്ഡിറ്റ് യൂട്യൂബിൽ ദൃശ്യങ്ങൾ ഇട്ടു, ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു. ഇതിൽ ഒരുപാട് ഗുണങ്ങളായിട്ടുള്ള ലക്ഷങ്ങൾ പണ്ഡിറ്റിന് ലഭിച്ചു എന്ന് പറയുന്നു. അതിൽ എന്തൊക്കെ വാസ്തവമുണ്ട് പണ്ഡിറ്റ്? എന്തായാലും നഷ്ടമായിട്ടില്ല. രണ്ടാമത്തെ സിനിമയിലെ സോങ്സ് ഞാൻ മൊത്തമായിട്ട് വിൽക്ക് ചെയ്തു. ഇപ്പോൾ മൂന്നാമത്തെ മിനിമോളുടെ അച്ഛനും മൊത്തമായിട്ട് യൂട്യൂബിൽ നിന്ന് അത്രയും പണം ലഭിച്ചിട്ടുണ്ടോ? അതെനിക്ക് പറയാൻ പ്രയാസമുണ്ട്. എന്തായാലും മൂന്നാമത്തെ സിനിമയുടെ സോങ്സും ഞാനിപ്പോൾ മൊത്തമായിട്ട് കൊടുക്കുന്നത്, കാരണം ഓരോ മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. എനിക്ക് അതിനെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലാന്നുകൊണ്ട് ഇത്ര സോങ്, അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് സോങ് കുറയ്ക്കലൊക്കെ ബുദ്ധിമുട്ടാവും. കാരണം 8 പാട്ടും ട്രെയിലറും പാട്ട് എഴുതുന്നതിന് മുമ്പ് ഞാൻ ഒരു കമ്പനിക്ക് കൊടുക്കുകയാണ്. ഈ പണം ഒരുപാട് വരും എന്നുള്ളത് കൊണ്ടാണോ പ്രശസ്തരായിട്ടുള്ള നടന്മാരെ താങ്കൾ വിളിക്കാത്തത്? വേറൊരു നിർമ്മാതാവ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവരെ ചെയ്യും. അത് എനിക്കിപ്പോഴും ചെയ്യണമെന്നുണ്ട്, പക്ഷേ എൻ്റെ ഡേറ്റ് നമ്മൾ ക്രാഷായി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, പല നടന്മാർക്കും താങ്കളുടെ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമില്ല. നിരവധി ആളുകൾ തൃശ്ശൂരിൽ തന്നെ അമ്മമാരുടെ സംഘമുണ്ടായപ്പോൾ KPSC ലളിതയും അതുപോലെ തന്നെ കവിയൂർ ബനമയും സുകുമാരിയും അടക്കമുള്ളവർ ഇവിടെ കൂടിയവർ, അതുപോലെ പല രീതിയിൽ എത്രയോ നടന്മാർ പറഞ്ഞിരിക്കുന്നു. സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമയിൽ, അതൊരു സിനിമയല്ല, മാമുക്കോയ താങ്കളെ എന്തെല്ലാം പറഞ്ഞു?
താങ്കൾക്ക് മാനസിക രോഗമുണ്ട് എന്ന് മാമുക്കോയ പറഞ്ഞത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല? എല്ലാവർക്കും അങ്ങനെ പറയാവുന്നതാണ്. ഞാനൊരു ഗാന്ധിയനായതുകൊണ്ട് മനുഷ്യാവകാശത്തിൽ പോകാത്തതുകൊണ്ട് ചില വേർഡ്സൊക്കെ ചിലർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ടാണ് ഇത് ഒരാളല്ലല്ലോ, എല്ലാവരും ആണല്ലോ പറയുന്നത് പണ്ഡിറ്റ്? എന്തുകൊണ്ട് പണ്ഡിറ്റിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഉദ്ദേശിക്കുന്നത്? എനിക്ക് വട്ടാന്ന് പറഞ്ഞാൽ ഒരിക്കലും അല്ല. പണ്ഡിറ്റ് പറയുന്നു, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അതൊന്ന് കേട്ടിട്ട് പണ്ഡിറ്റ് പറയുന്നു ഞാൻ പറയുന്നതാണ് ശരിയെന്ന്. എന്നാൽ അങ്ങനെയൊന്നുമില്ല. ലോകത്തെ എല്ലാ മനുഷ്യർക്കും അവരുടെ ആംഗിൾ ഉണ്ട്. നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു ഇന്ത്യൻ പൗരന് അയാൾക്ക് റൈറ്റ് ഉണ്ട്. നിങ്ങൾ അറിയാത്തൊരു കാര്യമാണ്, ഒരു ഇന്ത്യൻ പൗരൻ അയാൾ ആഗ്രഹിക്കുന്നത് സിനിമ എടുക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് കാണാം, അല്ലെങ്കിൽ കാണണ്ട. ഞാൻ പറയട്ടെ, ഒരു സമുദ്രത്തിൽ ഒരു തിമിംഗലം ഉണ്ടെന്ന് വിചാരിച്ച് ചെറിയ മത്സ്യങ്ങളൊന്നും അതിൽ പാടില്ല എന്ന് തിമിംഗലം വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ വീട് 3 നിലേൻ്റെ വീടാണ്, അതുകൊണ്ട് ഈ നാട്ടിൽ എല്ലാവരുടെ വീടും 3 നിലയായിരിക്കണം, മുഴുവൻ സെൻട്രലൈസ്ഡ് AC ആയിരിക്കണം എന്ന് നിങ്ങൾ വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഓലപ്പുരയിൽ താമസിക്കാം, വേറെ ആൾക്ക് ഓട് വീട്ടിൽ താമസിക്കാം, അതൊക്കെ അവരതല്ലേ. മലയാളത്തിലെ ഏത് നടീനടന്മാർ സിനിമ വെച്ചിട്ട് ഭൂമിയിലുള്ള എല്ലാവരും 1000 കോടി മലയാളത്തിലെ ഏത് നടീനടന്മാർ താങ്കളുടെ സിനിമ ഇറങ്ങിയപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പ്രശസ്തി കണ്ടില്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ഫോട്ടോ എടുക്കാറുണ്ടോ? നിങ്ങളുടെ ഭാര്യയുടെ ഫോട്ടോ എടുക്കുകയാണ്, നിങ്ങളുടെ മക്കളെ ഫോട്ടോ എടുക്കുക, നിങ്ങൾ എന്തിനെടുക്കുന്നത്? നിങ്ങൾ പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾ കാണിക്കുന്നത് എൻ്റെ മോനാണ്, എൻ്റെ മോളാണ്. നിങ്ങൾ അതിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഭൂമിയിലെ എല്ലാ ഇതിലെ കാര്യത്തിലേ ഉള്ളൂ, ഭൂമിയിലുള്ള എല്ലാ ആളുകളും പ്രശസ്തി ആഗ്രഹിക്കും. നിങ്ങളെപ്പോലെ ബുദ്ധിജീവിയാണ് സ്വയം പറയുന്ന ആളുകൾ, ഞങ്ങൾ പ്രശസ്തിയൊന്നും വേണ്ട, നിങ്ങൾക്ക് പൈസ ഇട്ട് ഞങ്ങൾ വാങ്ങുന്നത്. മാത്രമല്ല മലയാളത്തിൽ നിങ്ങളെ ചോദ്യം ഞാൻ കംപ്ലീറ്റ് തരാം. അങ്ങനെ ആരാണ് ഏട്ടാ കലയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഏതെങ്കിലും ഒരാളെ പേര് പറ. കലയ്ക്ക് വേണ്ടി ജീവിക്കുന്നവർ പിന്നെ എന്തിനാണ് ഏട്ടാ കോടികളുടെ പ്രതിഫലം വാങ്ങുന്നത്? കലയ്ക്ക് വേണ്ടി ജീവിക്കുന്നവർ പിന്നെ എന്തിനാ ലക്ഷങ്ങൾ വാങ്ങുന്നത്? ഇവിടെ നേരത്തെ താങ്കൾ പറഞ്ഞില്ലെന്ന് ഒരു ചെറിയ ഇവിടെ താങ്കൾ പറഞ്ഞ നേരത്തെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞു എൻ്റെ ഒരു ആശയം, ഒരു സന്ദേശം നൽകാനാണ്. ഇപ്പോൾ ഞാൻ പറയട്ടെ, പ്രശസ്തി അത് തന്നെയാണ്. അതിൽ അങ്ങനെയാണെങ്കിൽ പോലും അതിലൊരു സന്ദേശത്തിലൂടെ ഇവിടെ പ്രശസ്തിയും പണം ആഗ്രഹിക്കുന്ന പലരും ഒരു സന്ദേശം ഉണ്ടാവാറില്ല. എൻ്റെ അടുത്ത് അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ സന്ദേശമെങ്കിലും വേണം. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു കലാകാരൻ. താങ്കളുടെ സിനിമ ഇറങ്ങിയപ്പോൾ മലയാളത്തിലെ ഏതെങ്കിലും നടീനടന്മാർ വിളിച്ച്, അല്ലെങ്കിൽ താങ്കൾക്ക് നേരെ ആക്രമണങ്ങളും ചില കുത്തുവാക്കുകളും പേരുകളും ഉണ്ടായപ്പോൾ ആരെങ്കിലും വിളിച്ച് ഞങ്ങളുണ്ട് പണ്ഡിറ്റിന്റെ കൂടെ എന്ന് പറഞ്ഞവരുണ്ട്? എത്രയോ പേര്. ആരൊക്കെ? സുരാജ് വെഞ്ഞാറമ്മൂട്, സുരേഷ് ഗോപി സാർ വിളിച്ചിരുന്നു, പിന്നെ ഗിന്നസ് ബക്കർ വിളിച്ചിരുന്നു, പിന്നെ അങ്ങനെ കുറേ പേര്. ഈ സുരേഷ് ഗോപിയൊക്കെ സൂപ്പർ സ്റ്റാർ ആണെന്ന് പറഞ്ഞത് അതും താങ്കൾ തന്നെയല്ലേ? അല്ല, പക്ഷേ അത് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ വീട് പറഞ്ഞിരുന്നില്ല. ഞാനത് കൺഫേം ചെയ്തിട്ടുണ്ട്. അത് ബൈ ചാൻസ് സംഭവിച്ചാണ്. അവരെന്നെ അതിൽ മാപ്പ് എഴുതിയിട്ടുണ്ടല്ലോ, പിന്നീട് മംഗളം ദിനപത്രത്തിൽ അവർ പറഞ്ഞിരുന്നു. താങ്കൾ പറഞ്ഞിട്ടില്ല? ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ മലയാള സിനിമയിലെ ബാക്കിയുള്ള നടീനടന്മാരുടെ അഭിനയത്തെക്കുറിച്ചൊക്കെ താങ്കൾക്ക് നല്ല മതിപ്പാണ്? ഈ നല്ല മതിപ്പ് ചീത്ത മതിപ്പ് അങ്ങനെയൊന്നുമില്ല. ഞാൻ പറയുന്നു, ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള ടാലൻ്റാണ്. നിങ്ങൾ അതിൻ്റെ മനസ്സിലാക്കി നമ്മൾ എന്തിനാണ് ഒരാളെ ബെറ്റർ ആളായിട്ട് കമ്പയർ ചെയ്യുന്നത്? ഓരോരുത്തർക്കും നിങ്ങൾ ജോഷി സാറിൻ്റെ സിനിമയായാലും സത്യന്തിക്കാൻ്റെ സിനിമയായാലും അത് ഓരോരുത്തരുടെ ശൈലിയാണ്. അടൂർ സാറിൻ്റെ സിനിമ അവരുടെ ശൈലിയാണ്, ഫാസിൽ സാറിൻ്റെ സിനിമ അവരുടെ ശൈലിയാണ്, സന്തോഷ് പണ്ഡിറ്റിൻ്റെ സിനിമ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ശൈലിയാണ്. നിങ്ങൾ എന്തിനാണ് വാശി പിടിക്കുന്നത്? പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത് ഈ ഒരു വിഭാഗം ആളുകൾ കലയ്ക്ക് വേണ്ടി ജീവിക്കുന്നു, അപ്പോൾ ഞാനൊക്കെ ബിസിനസ് കളിക്കുന്നു? അല്ലെങ്കിൽ കലയ്ക്ക് വേണ്ടി ജീവിക്കുന്ന പിന്നെ എന്തിനാണ് പ്രതിഫലം വാങ്ങുന്നത്? മലയാള സിനിമയിൽ ഒരാൾ പോലും കലയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരില്ല. എങ്കിൽ ഒരാളെ പേര് നിങ്ങൾ പറ, നിങ്ങൾക്കറിയുമെങ്കിൽ. കാരണം കലയ്ക്ക് വേണ്ടി ജീവിക്കുന്നവർ എന്തിനാണ് പൈസ വാങ്ങുന്നത്? അപ്പോൾ പൈസ വാങ്ങുന്നത് ഭക്ഷണം കഴിക്കാനും വീട്ടുകാര്യങ്ങൾ നോക്കാനും ബിസിനസ് നടത്താനും. ഇതന്നെയാണ് ഞാനും ചെയ്യുന്നു. പിന്നെ സന്തോഷ് പണ്ഡിറ്റ് ബിസിനസ് കളിക്കുന്നു, ബാക്കിയുള്ളവരൊക്കെ കലയ്ക്ക് വേണ്ടി ജീവിക്കുന്നു. പിന്നെ കലയ്ക്ക് വേണ്ടി ഇത്രയൊക്കെ ആത്മാർത്ഥി പിന്നെ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം, എനിക്കറിയില്ല, എനിക്ക് ഒരാളെയും തോന്നിയില്ല. നിങ്ങൾക്ക് ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ നിങ്ങൾ പറയാം, ഇന്ന ആൾ കലയ്ക്ക് വേണ്ടി ജീവിച്ചു. കലയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നല്ല സിനിമ എടുക്കുന്നു, നിങ്ങൾ തിയേറ്ററിൽ ഫ്രീ ആയി കൊണ്ട് കാണിക്കും. നിങ്ങളെന്തിനാണ് പൈസ വാങ്ങുന്നത്? അവിടെ ബിസിനസ്സാണ്. ഇത് ഞാൻ ചെയ്യുമ്പോൾ ബിസിനസ്സും ബാക്കിയുള്ളവർ ചെയ്യുന്നതെല്ലാം കലയാവുന്ന എങ്ങനെ? പണ്ഡിറ്റിൻ്റെ സിനിമകളെ കുറിച്ചുള്ള നല്ല കാഴ്ചപ്പാടുകളുണ്ട്. നമുക്ക് പണ്ഡിറ്റിൻ്റെ സിനിമയിലെ ഡയലോഗുകളിലേക്ക് ഒന്ന് വരാം. വളരെ പഞ്ചുള്ള ഡയലോഗുകൾ എന്ന് താങ്കൾ തന്നെ വിശേഷിപ്പിക്കുന്ന നെടുനീളൻ ഡയലോഗുകൾ, ഇത് താങ്കൾ ഒറ്റയ്ക്കാണോ ഈ ഡയലോഗുകളെല്ലാം തയ്യാറാക്കുന്നത്? തീർച്ചയായിട്ടും. ഇതിലുള്ള വാക്കുകളും വരികളുമെല്ലാം ഒരു ഡയലോഗ് പ്രേക്ഷകർക്കായി. മൂക്കിന് താഴെ കുറച്ച് രോമം മുളച്ചെന്ന് കരുതി ആരും ആണാകില്ല. ചങ്കുറ്റും ചങ്കർഫും വേണം, അവന് മാത്രമേ ആണെന്ന് വിളിക്കാൻ പറ്റൂ. അതല്ലാതെ ചെറുപ്പത്തിൽ അമ്മ പാടി തന്ന താരാട്ട് പാട്ടിൻ്റെ ഹാങ്ങർ മാറാൻ ജീവിക്കുന്ന നിന്നെ ഒന്നും ആണെ കണക്കാക്കാൻ പറ്റില്ല. ആകാശത്തിലൂടെ പറന്നു നടക്കുന്ന പക്ഷേ ഏണി വെച്ച് പിടിക്കാൻ നോക്കല്ലേ, പണി പാളും. ഇത്തരം ഡയലോഗുകൾ മനസ്സിൽ വരാൻ പുസ്തകങ്ങൾ സ്വാധീനിക്കുന്നുണ്ടോ? എങ്ങനെയാണ്? എനിക്ക് കുറേയൊക്കെ എൻ്റെ ഒരു സംസാര രീതി ശൈലി തന്നെയാണ് വരുന്നത്. എൻ്റെ
ക്യാരക്ടറിൽ വരുന്നത്. തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ആരുടെയും വർക്കിൽ എനിക്ക് ചെയ്യണമെന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കേണ്ട ഒരു കാരണമാണ്. കാരണം ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ പലപ്പോഴും എൻ്റെ ഒരു ശൈലിയിൽ വല്ലാതെ സ്വാധീനിക്കുന്നത്. ഇപ്പോൾ കൃഷ്ണൻ്റെ അതിലെ ജോണിൻ്റെ സംസാരം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ എൻ്റെ ഒരു ശൈലിയാണ്. ആ ഒരു ചിന്താഗതി ചെറിയൊരു ഡിഫറൻസ് വരുന്നു. സൂപ്പർ സന്തോഷ് പണ്ഡിറ്റിലെ ജിത്തുബായ് എന്നുള്ള ക്യാരക്ടർ ഏറെക്കുറെ എൻ്റെ ഒരു സംസാര ശൈലിയാണ്. ഇങ്ങനെ സിറ്റുവേഷൻ എനിക്ക് വന്നിരുന്നേ ഞാനിങ്ങനെ സംസാരിക്കുള്ളൂ. എനിക്ക് ചില സിറ്റുവേഷൻസ് വന്നില്ല, സംസാരിച്ചില്ല. പക്ഷെ ആ സിറ്റുവേഷൻ എനിക്ക് വന്നിരുന്നെങ്കിലും ഞാൻ ജീവിതത്തിൽ ഇത്തരം ഡയലോഗുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഞാൻ അങ്ങനെ സംസാരിക്കാറില്ല. എനിക്ക് ഒരാൾ എന്നോട് അങ്ങനെ ഒരു ചൊറിഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ മുഖത്ത് അടിച്ച പോലെ മറുപടി കൊടുക്കുക എന്നുള്ളൊരു ചിന്തയുണ്ട്. ആ ശൈലി തന്നെയാണ് പലപ്പോഴും. അതിൽ തന്നെയാണ് കൃഷ്ണൻ്റെ അതിൽ ഇപ്പോൾ നായിക ചോദിക്കുന്നത്, ഇവൻ നായികയോട് ചോദിക്കുന്നത്, പശുവിൻ്റെ പാൽ കുടിക്കാമെങ്കിൽ പശുവിൻ്റെ മാംസം കഴിക്കുന്നത് എന്താണ് തെറ്റ്? ഇത് ശരിക്കും എന്നോട് ഒരാൾ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ നായിക പറയുന്നത്, അങ്ങനെ നോക്കണേ ഞാൻ ചെറുപ്പത്തിൽ അമ്മയുടെ മുലപ്പാൽ വെച്ചിട്ടുണ്ട്, അമ്മ മരിച്ച അമ്മയുടെ ശവം തിന്നില്ല, പശുവിനെ എൻ്റെ അമ്മയുടെ കണക്കാക്കുന്നത്. ഇത് ഞാൻ വേറെ ആളോട് പറഞ്ഞ കാര്യമാണ്. അന്നേരം തിരിഞ്ഞു. ശരിക്കും റിയൽ ലൈഫിലുണ്ടായ ചില ഡയലോഗുകളൊക്കെ ഉണ്ട് ഇതേപോലെ. എത്രയോ ഡയലോഗ് ശരിക്കും റിയൽ ലൈഫിൽ ഞാൻ പലരോടും പറഞ്ഞൊരു വാക്കാം. പക്ഷേ ഇത്തരം ഡയലോഗുകൾ പറയുമ്പോൾ, നമ്മൾ ഒരു സാമൂഹ്യ ജീവിയെ ജീവിക്കുമ്പോൾ ഇത്തരം ഡയലോഗുകൾ പറയുമ്പോൾ മറ്റുള്ളവരുടെ പ്രതികരണം എങ്ങനെയാണ്? സിനിമയിലെ പോലെ തന്നെയാണോ? മറ്റുള്ള പ്രതികരണം എന്ന് പറയുമ്പോൾ ആ സിറ്റുവേഷനിൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ നമുക്ക് നിങ്ങൾ മനസ്സിലാച്ചാൽ വിമർശനം രണ്ട് തരമുണ്ട്. നിങ്ങളെപ്പോലെ താങ്കൾ ശരിക്കും മനസ്സിലാക്കില്ല. വിമർശനം രണ്ട് തരമുണ്ട്. ഒന്ന് ഒരുത്തൻ എങ്ങനെയും നശിക്കട്ടെ എന്നുള്ള വിമർശനം, അത് ഒരു ആളുകൾ അയാൾ നന്നാവുന്ന രീതിയിൽ വിമർശനം. ഈ അത് വ്യത്യാസം ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങൾ മദ്യം കഴിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഒരാൾ പറയാം മദ്യം ഒഴിവാക്കിക്കൂടെ, ആ പൈസ ഭാര്യയ്ക്കും മക്കളും കൊടുത്തൂടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെയും നന്നാവണം എന്നുള്ള ചിന്തയാണ് അയാൾക്ക്. മറ്റേ വിമർശനം, നിങ്ങൾ മദ്യം കഴിക്കാത്തൊരു വ്യക്തിയാണ്, നിങ്ങളോട് പറയാം മദ്യം കഴിക്കാത്തവനൊന്നും ആണല്ല എന്ന് പറയുമ്പോൾ അതൊരു തരത്തിലുള്ള പ്രകോപിപ്പിക്കലാണ്. എങ്ങനെയെങ്കിലും നിങ്ങൾ മദ്യം കഴിച്ച് നശിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ബാക്കിൽ. ഇത് രണ്ടും പുറമേ നോക്കുമ്പോൾ നമുക്കൊരു ഉപദേശത്തിൻ്റെ ശൈലി ഉണ്ടെങ്കിൽ ഒരു വിമർശനം എങ്ങനെയും നശിക്കണം എന്നുള്ള, ഒരു വിമർശനം നന്നാണെന്നുള്ളതാണ്. അതേപോലെ എൻ്റെ ഇതിൽ ഞാൻ മനസ്സിലാക്കിയാൽ ഇപ്പോൾ കൃഷ്ണൻ്റെ ആദ്യ സിനിമയെ നിങ്ങൾക്ക് വിമർശിക്കുകയാണെങ്കിൽ അതിലെ പോസിറ്റീവ്സും നെഗറ്റീവും വെച്ചിട്ട് നിങ്ങൾ ഇന്നെ സ്വഭാവത്തെ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എന്ന് പറയുകയാണെങ്കിൽ നല്ലത്. അതേസമയം നിങ്ങളെങ്ങനെയോ ആ സിനിമ എടുക്കുക, അതൊരിക്കലും ഒരാൾ ചോദിക്കാൻ പറ്റില്ല. നിങ്ങൾക്കിപ്പോൾ ഒരു 2 വീലർ ഉണ്ടെന്ന് വിചാരിക്കാം. ആ 2 വീലർ ഇഷ്ടപ്പെട്ടില്ല, അത് ഈ ലോകത്തെ ആർക്കും പറയാം. ഈ എങ്ങനെയാണ് 2 വീലർ എടുക്കുക എന്ന് ചോദിക്കാൻ പാടില്ല. അതേപോലെയാണ് ഇവിടുത്തെ എൻ്റെ സിനിമയിലുള്ള ശത്രുക്കളൊക്കെ പറഞ്ഞത്, ഇവൻ എങ്ങനെയാണ് സിനിമ എടുക്കുക. അതുകൊണ്ടാണ് ഞാൻ അവരോട് പറഞ്ഞാൽ നിൻ്റെ തന്തയ്ക്ക് സമ്പാദിച്ച പൈസ കയറാടാ സിനിമ എടുക്കുക, ഇഞ്ചി വേണേ കണ്ടടാന്ന് ഞാൻ പറയുന്നതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരിക്കലും ആയിട്ട് ചോദിക്കാൻ പാടില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഒരാൾക്കൊരു വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, ഇങ്ങനെയാണ്. പാട്ടും സന്തോഷ് തന്നെയാണ് തയ്യാറാക്കിയത്. തീർച്ചയായിട്ടും. എന്തായിരുന്നു അതിൻ്റെ പിന്നിലെ ചേതവികാരം? ഒന്നുമില്ല, എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. എനിക്ക് 2-3 കാര്യങ്ങൾ എന്നോട് തെളിയിക്കാണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. കാരണം എനിക്കിപ്പോൾ ഇവരെ ആരും കൊല്ലോ എനിക്കൊന്നും അവിടെ ആവശ്യമൊന്നുമില്ല. എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പണ്ട് 10-200 ആളൊക്കെ വേണം മേക്കിങ്ങിന് ആവശ്യമുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് എനിക്കൊരാൾക്ക് ചെയ്യാവുന്ന പണിയുള്ളൂ. ഞാൻ മറ്റുള്ളവർ പറഞ്ഞ് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. അല്ല, രണ്ടാമത്തെ കാര്യം നമുക്ക് സമയപരിമിതി ഉണ്ടല്ലോ, ഇത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. എനിക്ക് ചെയ്യാവുന്ന പണിയുള്ളൂ. രണ്ടാമത് സിനിമ എന്ന് പറഞ്ഞാൽ കുറേ കോടികൾ വേണം. എനിക്കൊരു തോന്നുന്നുണ്ട് 5 ലക്ഷം മതി. ഇത് എനിക്ക് തെളിയിച്ചു കൊടുത്തു. അതേപോലെ പ്രശസ്തി എനിക്ക് തോന്നി എളുപ്പ വഴി സിനിമാക്കാരനാവില്ല. വെറുതെ 5 ലക്ഷം കൂടെ അവിടെ വെച്ചിട്ട് ഞാൻ തട്ടിപ്പോയി എൻ്റെ മരുമോനൊക്കെ കൂടെ അടിച്ചു അല്ല ഭക്ഷണം കഴിക്കുക, അല്ലാണ്ട് അപ്പുറത്തേക്ക് സംഭവിക്കില്ല. അപ്പോൾ 5 ലക്ഷം ചിലവാക്കിയാൽ ഇപ്പോൾ ഇത്രയും പേരും പ്രശസ്തിയും കിട്ടി. ഇപ്പോൾ നിങ്ങളെപ്പോലത്തെ ആളുകൾ ഇപ്പോൾ എന്നെ വിളിച്ചെടുത്തുന്നത് എന്തുകൊണ്ട് 5 ലക്ഷം രൂപ ഞാൻ ഒരു ക്യാപിറ്റൽ വെച്ചുകൊണ്ട്. അപ്പോൾ പ്രശസ്തനാവാൻ ഏറ്റവും എളുപ്പ വഴി സിനിമയാണെന്നാണ് ഇപ്പോൾ ഈ കാണുന്ന എല്ലാ പ്രേക്ഷകരോടും എനിക്ക് പറയുന്നത്. നിങ്ങൾക്ക് പ്രശസ്തനാവണമെന്നുണ്ടെങ്കിൽ എളുപ്പ വഴി ഇതാണ്. നിങ്ങൾക്കുമാകാം സന്തോഷപ്പെട്ടിട്ട്. അങ്ങനെ വേണോ? പ്രശസ്തനാവണമെങ്കിൽ പണവും പ്രശസ്തിയും കിട്ടണമെങ്കിൽ എളുപ്പ വഴി ഇതാണ്. കൺസിസ്റ്റൻ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കഴിഞ്ഞ തുടർച്ചയായിട്ട് 17 മാസങ്ങളിലും ഗൂഗിൾ കഴിഞ്ഞ ഏറ്റവും സെർച്ച് ചെയ്യപ്പെടുന്ന പേരാണ് സന്തോഷ് പണ്ഡിറ്റ്. താങ്കൾ പൃഥ്വിരാജിനോട് താരതമ്യം ചെയ്താണ് ഒരിക്കൽ പറഞ്ഞത്. പൃഥ്വിരാജായിട്ട് എൻ്റെ കാര്യം ചെയ്യുമ്പോൾ എനിക്ക് വളരെ ഒരു കുളിർമ ഫീൽ ചെയ്യാറുണ്ട്. പൊതുവിൽ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ താരതമ്യത്തിന് കാരണം വെച്ചാൽ ഇത്രയും ശരിക്കും അങ്ങനെ ഒരു താരതമ്യം ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം എന്നെ താരതമ്യം ചെയ്യേണ്ടത് ആത്മാർത്ഥമായിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ രീതിയുണ്ട്, ആത്മാർത്ഥമായിട്ടാണ് താരതമ്യം ചെയ്യേണ്ടത്. ഇന്നലെ വന്ന കഴിഞ്ഞ ഒരു 6 മാസം 1 വർഷത്തിൻ്റെ ഇടയിൽ വന്ന ഒരു താരത്തിൻ്റെ പ്രശസ്തിയും എൻ്റെ പ്രശസ്തിയും വെച്ചിട്ടാണ് ശരിക്കും ചെയ്യേണ്ടത്. കാരണം ഇപ്പോൾ 10 വർഷം 30 വർഷമൊക്കെ സൈഡിലുള്ള ആളുകളുടെ പ്രശസ്തിയെ എൻ്റെ പ്രശസ്തിയുമായിട്ടും അവരുടെ ഫെയിം എൻ്റെ ചെയ്യുന്നത് ശരിയല്ല. എനിവേ അതിപ്പോൾ എനിക്കൊരു പ്രൊമോഷൻ കിട്ടില്ലാവും. ഇന്നലെ വന്ന അഭിനയശേഷി അല്ല പ്രശസ്തിയാണോ താരതമ്യം ചെയ്യേണ്ടത്? എന്തായാലും തിരക്കിടില്ല. ഒരിക്കലും ഒരു കാരണവശാലും നിങ്ങൾ 10 വർഷമുള്ള പൃഥ്വിരാജ് സാറിനെ നിങ്ങൾ ചെയ്യുന്നത് 10 വർഷം ആ സമയത്ത് വന്ന നടന്മാരായിട്ടാണ് ചെയ്യേണ്ടത്. കാരണം അവർക്ക് കുറേ സിനിമകളുണ്ട്, ഇവർക്കും കുറേ സിനിമകളുണ്ട്. അപ്പം നിങ്ങൾക്കൊരു താരതമ്യമാവാം. അതുകൊണ്ട് ഇന്നലെ വന്ന എന്നെ വളരെ ബാക്കിലുള്ള ആളുകളായിട്ട് ചെയ്യുമ്പോൾ
താങ്കൾക്കതൊരു കുറച്ചില്ല. രണ്ടാളോടും ഇൻജസ്റ്റിസ് ആണ്, കാരണം എനിക്കൊരിക്കലും അവരുടെ അടുത്ത് എത്താൻ പറ്റില്ല ഒരു സൈഡ്. കാരണം അവർക്ക് കുറേ സിനിമകളുണ്ട്, എനിക്ക് ആ ഒരു സിനിമ കൊണ്ട് വേണം, അപ്പോൾ രണ്ട് സിനിമ കൊണ്ട് വേണം ഞാൻ ഇത്രയും സിനിമയായിട്ട് മുട്ടാൻ. മീൻസ് അതേസമയം അവരോടുള്ളത് എന്താ വെച്ചാൽ ഇന്നലെ വന്ന ഒരുത്തനുമായിട്ട് അവരെ ആരംഭം ചെയ്തെന്ന് പറയുമ്പോൾ എനിക്ക് കുളിർ തോന്നിയെങ്കിൽ അവർക്ക് പ്രയാസം തോന്നാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പം ഞാൻ തന്നെ ഒരു 10 വർഷത്തിന് ശേഷം എന്നെ ഇന്നലെ വന്ന ഒരാളായിട്ട് സന്തോഷം പണ്ഡിറ്റിനെ സംബന്ധിച്ചപ്പോൾ എനിക്ക് ചെറിയ പ്രയാസം തോന്നാം. അങ്ങനെയാണ് വേണ്ടത്, അതിൻ്റെ ഒരു രീതിയാണ്. നമുക്ക് ഇത് ചുരുക്കുന്നതിന് മുമ്പ് പണ്ഡിറ്റിൻ്റെ പാട്ട് കേൾക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും. പണ്ഡിറ്റ് തന്നെ എഴുതി, പണ്ഡിറ്റ് തന്നെ സംഗീതം ചെയ്ത്, പണ്ഡിറ്റ് തന്നെ ആലപിച്ച പ്രത്യേക പാട്ടുകൾ, ഒരു പാട്ട് പ്രേക്ഷകർക്കായി. ഗംഗാജലം വറ്റിച്ചാലും പ്രേമദാഹം തീരില്ല, നിദ്രാവിഹീന രാത്രികൾ വിരഹദുഃഖം തീർക്കില്ല. ഗംഗാജലം വറ്റിച്ചാലും പ്രേമദാഹം തീരില്ല, നിദ്രാവിഹീന രാത്രികൾ വിരഹദുഃഖം തീർക്കില്ല. കാമിനി കാമിനി. എന്തായാലും സന്തോഷ് പണ്ഡിറ്റിൻ്റെ സിനിമകളെക്കുറിച്ച് ഒരുപാട് കാഴ്ചപ്പാടുകളൊക്കെയുണ്ട്. പക്ഷേ ഈ കാഴ്ചപ്പാടുകൾ, പണ്ഡിറ്റ് എന്തൊക്കെ പറഞ്ഞാലും ഈ കാഴ്ചപ്പാടുകൾ മലയാള സിനിമയോട് യോജിച്ച് പോയതായിക്കൊള്ളണമെന്നില്ല. അത് മലയാള സിനിമയിലെ പ്രമുഖ നടീനടന്മാരും സംവിധായകരും എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്. പണ്ഡിറ്റ് ക്ഷമിക്കുക, മലയാള സിനിമ തന്നെ മൊത്തം പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും പണ്ഡിറ്റിൻ്റെ കാഴ്ചപ്പാടും വിശ്വാസവും പണ്ഡിറ്റിനെ രക്ഷിക്കട്ടെ. ഇത്രയും സമയവും TCV പ്രേക്ഷകർ 2 തവണ രക്ഷിച്ചിട്ടുണ്ട്. 2 സിനിമയുടെ കാര്യത്തിൽ എന്നെ രക്ഷിച്ചിട്ടുണ്ട്. 5 ലക്ഷത്തിൻ്റെ സിനിമ 1 രൂപ അധികം കിട്ടിയാൽ എനിക്ക് ലാഭമാണ്. സോ 2 സിനിമയുടെ കാര്യത്തിൽ രക്ഷിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി പണ്ഡിറ്റിനെ രക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ശാരീരികമായും രക്ഷിക്കട്ടെ. ഇത്രയും സമയം പ്രേക്ഷകർക്കായി സമയം പങ്കുവച്ച പണ്ഡിറ്റിനെ നന്ദി.